നമ്മുടെ കേരളത്തിൽ ഒരു 10:45 മണിയാകുമ്പോൾ രാത്രി 10:45 മണിയാകുമ്പോഴത്തേക്ക് ഒരു വിദേശി വന്നിട്ട് ഇച്ചിരി കള്ള് കുടിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? വിദേശി കള്ള് കുടിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തലേദിവസം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു 8-9 മണിയാകുമ്പോഴത്തേക്ക് വാങ്ങിച്ച് വെക്കേണ്ടി വരും. അല്ലാതെ 10:45 കള്ള് കുടിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂലല്ലേ. വിദേശികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പോലെയൊന്നുമല്ല. അവർ ഈ സമയമാകുമ്പോൾ സമയത്ത് പോയി ഓടി കിടന്ന് സാധനം വാങ്ങിച്ച് കുടിക്കുന്ന ശീലമൊന്നും അവർക്കില്ല. അതൊക്കെ നമുക്ക് മലയാളികളായിട്ട് നമുക്ക് മാത്രമേ ആ ഒരു ശീലമുള്ളല്ലേ. സമയമാകുമ്പോഴത്തേക്ക് 9 മണിക്ക് ബിവറേജ് അടയ്ക്കുമെങ്കിൽ 8:55 ഓടിപ്പോയി സാധനം മേടിച്ച് വെക്കുന്ന ഒരു ശീലം വിദേശികൾക്കില്ല. അവർക്ക് എപ്പോഴാണ് കുടിക്കാൻ തോന്നുന്നത് അപ്പോഴാണ് അവർ സാധാരണ വാങ്ങിച്ച് കുടിക്കാറെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിദേശികളായിട്ടുള്ള ആളുകൾ ഇവിടെ വരണ സമയത്ത് അവർക്ക് 10:45 കള്ള് കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് കള്ള് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ബാറിന്റെ സമയം കുറച്ചുകൂടി കൂട്ടിക്കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടി ഒന്ന് കൂട്ടി ഒരു 12-1 മണി വരെയൊക്കെ തുറന്നു വയ്ക്കാനുള്ള ഒരു അവസരം അവർക്ക്, അതായത് വിദേശികൾക്ക് വേണ്ടിയിട്ടാണ്. വിദേശികൾ കേരളത്തിൽ കള്ള് കുടിക്കാൻ വേണ്ടിയിട്ടാണ് വിദേശികൾ കേരളത്തിലോട്ട് വരുന്നത്. കാരണം അവർ താമസിക്കുന്ന സ്ഥലത്തൊന്നും ഈ പറയുന്ന കള്ളൊന്നുമില്ല. അപ്പോൾ ഇവിടെ മാത്രമേ ഈ ചാരായമൊക്കെ കിട്ടുള്ളൂ, മദ്യം. അപ്പോൾ അത് കള്ള് കുടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്രധാനമായിട്ടും കേരളത്തിലോട്ട് വരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം കേരളത്തിൽ ഒരു 10:45 മണിക്ക് രാത്രി വരുന്ന സമയത്ത് ഒരു കള്ള് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമാവും. അപ്പോൾ അതുവഴി ടൂറിസത്തിനെ ബാധിക്കും. പ്രധാനമായും ടൂറിസ്റ്റുകൾ കേരളത്തിൽ വരുന്ന കള്ള് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കള്ളില്ലെന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റുകളൊന്നും ആരും ഇങ്ങോട്ട് വരില്ല, കേരളത്തിലോട്ട് വരില്ല. കാരണം അവർ താമസിക്കുന്ന യൂറോപ്പിലും അമേരിക്കയിലും അങ്ങനെയുള്ള ജർമ്മൻ പോലുള്ള രാജ്യങ്ങളിലൊന്നും കള്ളില്ലാത്തതുകൊണ്ട് കേരളത്തിലെ കള്ളിന് പ്രത്യേകത എന്തോ ടേസ്റ്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാൻ ഈ പുറത്തെ രാജ്യത്തെ കള്ള് കുടിച്ചിട്ടില്ല, കേരളത്തിലെ കള്ള് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റിനെ പറ്റി പറയാനായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. കേരളത്തിലെ കള്ളിൻ്റെ ടേസ്റ്റാണ് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അതിന് പുറത്തുള്ള മദ്യത്തിൻ്റെ ടേസ്റ്റ് ഒന്നും പുറം രാജ്യത്തെ മദ്യം ഞാൻ കുടിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. വിദേശ മദ്യമൊക്കെ കേരളത്തിലുണ്ടെങ്കിൽ കേരളത്തിൽ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് പക്ഷേ കിട്ടൂലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വിദേശികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഒരു കരുതൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ഈ 10-11 മണിക്കൊക്കെ തുറന്നു വെച്ചിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 12-1 മണിയൊക്കെ തുറക്കുമായിരിക്കും. അപ്പോൾ ഇനി 24 hours 24/7 ആക്കാനുള്ള സാധ്യതയുണ്ട് ബാറെ. കാരണം വിദേശികൾക്ക് രാത്രി ഒന്ന് ഇറങ്ങി നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർക്കൊരു ബിയർ കുടിക്കാൻ തോന്നും. ചിലപ്പോൾ ഒരു 2 പെഗ് വാങ്ങിച്ച് കുടിക്കാനായിട്ട് അവർക്ക് തോന്നും. സ്വദേശികൾക്കല്ല, വിദേശികൾക്ക്. അപ്പം അവർക്കിങ്ങനെ റോഡിലോട്ട് ഇങ്ങനെ രാത്രി ഇറങ്ങി നടക്കുന്ന സമയത്ത് ബാറൊന്നും തുറന്നില്ലെങ്കിൽ അത് നമ്മൾ ടൂറിസ്റ്റിന് ബാധിക്കുമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സംശയമാണ് കേട്ടോ. അപ്പോൾ ഈ വിദേശികൾക്ക് കള്ള് മാത്രം മതിയാവും. അവർ ഈ കള്ള് മാത്രം പോരാ, രാത്രി അവർക്ക് വേറെ എന്തെങ്കിലും കൂടി വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഈ സർക്കാർ റെഡിയായി കൊടുക്കുമായിരിക്കും. എൻ്റെ സംശയമാണ്. കാരണം നമുക്ക് വിദേശികൾ നമ്മുടെ കേരളത്തിലോട്ട് വരണം. അപ്പം ഈ വിദേശികൾ വരണം, കേരളത്തിൻ്റെ കൾച്ചർ കാണാനോ, കേരളത്തിൻ്റെ ഒരു എന്താണ് ഒരു സാമൂഹിക അന്തരീക്ഷം പഠിക്കാനും, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അവർ കള്ള് കുടിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അവരുടെ ഒന്നും കള്ളില്ലല്ലോ. അപ്പോൾ ഈ വിദേശികളിൽ പല പോക്കൃത്തനമുള്ള കുറച്ച് സോഷ്യലായിട്ടൊക്കെ പെരുമാറുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് പല പല ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ കള്ളിൻ്റെ കൂടെ മറ്റ് പലതും അവർക്ക് ചിലപ്പം ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ സർക്കാർ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കൂ. എൻ്റെ ഒരു സംശയമാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ പള്ളി വിളിക്കാനും, അതായത് ചീത്ത വിളിക്കാനൊക്കെ പറഞ്ഞ കുറേ ഫേക്ക് ഐഡിയകളുണ്ട്. പിന്നെ അവന്മാരെ നമ്മൾ മൈൻഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. കാരണം പറയാനുള്ള സ്വന്തം ഐഡൻറ്റിറ്റി പറയാനുള്ള ധൈര്യമില്ലാത്ത മൊണ്ണകളാണ് വന്ന് ഈ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി തെറി വിളിക്കാനായിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെയുള്ള തന്തയില്ലാത്തവന്മാരൊന്നും നമ്മളൊന്ന് കാര്യമാക്കണ്ട, പറഞ്ഞിട്ടങ്ങ് പോട്ടെ. അപ്പോൾ ഞാൻ ചോദിച്ചതിന് മറുപടി ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും, താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ.